ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തോ 4 മണി ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, അല്പം കറിവേപ്പില അരിഞ്ഞതും, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തക്കാളിയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊന്നും ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മസാലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല ഫില്ലിങ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ആക്കണ്ട, ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡ് സ്ലൈസും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം ബ്രെഡ് വെള്ളത്തിലിട്ട് വെക്കരുത്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം കേട്ടോ. നന്നായിട്ട് തന്നെ വെള്ളം കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മസാല വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓരോ ബ്രെഡും ഓരോ സൈസായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് മസാല ചെറിയ ബ്രെഡിലൊന്നും ഒരുപാട് മസാല കുത്തി നിറച്ച് കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഒരു മുട്ടയെ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റിലൊരു ഷേപ്പായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. 2 സൈഡും ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. പിരിച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഇതുപോലെ 2 കൈയും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഷേപ്പാക്കി എടുക്കാനും പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഒന്നും കൂടി ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വേവാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുത്താൽ മതി. ഓരോ സൈഡും റെഡിയായിട്ട് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്